വാട്സ്ആപ്പ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എടാ ഇത്തവണ ഞാൻ നിങ്ങളടുത്ത് പറയാൻ വന്നിട്ടുള്ള എന്തിനെ പറ്റിയിട്ടാണെന്ന് അറിയോ? നിങ്ങളൊക്കെ നീറ്റ് എഴുതാൻ പോണ ആൾക്കാരാണ്. സോ ഒരുപാട് എക്സാംസ് നിങ്ങൾ എഴുതും അല്ലെ? കുറേ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, കുറേ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തില്ല, കുറേ ടെസ്റ്റ്, കുഞ്ഞു കുഞ്ഞു ടെസ്റ്റ്, 10 ക്വസ്റ്റ്യൻസ് ഇറങ്ങിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് എക്സാംസ് നിങ്ങൾ എഴുതാൻ പോവാണ്. സോ ഈ എക്സാംസിനൊക്കെ പ്രാധാന്യം എന്താണ്? എന്തിനാണ് ഇത്രയും ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എക്സാംസ് ഒക്കെ ഇട്ടു തരുന്നത്? എടാ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. നമ്മൾ ഫൈനലായിട്ട് നമ്മൾ നീറ്റ് എഴുതാൻ പോകുമ്പോൾ നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് സമയമാണുള്ളത്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ? അപ്പൊ ആ സമയത്തോട്ട് നമ്മൾ ആ ഒരു സമയത്തിന്റെ ഉള്ളില് അത്രയും പ്രിസൈസ് ആയിട്ട് ആൻസേഴ്സ് ഒക്കെ കിട്ടലിനായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടണം, ടക്ക് 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 എന്നൊക്കെ കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം അല്ലെ? അപ്പൊ അതിന് കെൽപ്പുള്ളവരാക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാംസ് ഒക്കെ നമ്മുടെ മുന്നിൽ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പം മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ്. ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് എന്ന രീതിക്കാണ് നമ്മൾ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുള്ളത്. അപ്പൊ തുടക്കത്തിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും ഈ 1 മിനിറ്റിനുള്ളിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളതൊക്കെ. ബയോളജി വെച്ച് ഓക്കെ, കെമിസ്ട്രി ഒരു എക്സ്റ്റെന്റ് വരെ ഓക്കെ, ആൻഡ് ഫിസിക്സ് കുറച്ച് ഡിഫിക്കൽട്ട് ആണല്ലേ? ചില മാത്തമാറ്റിക്കൽ സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ തുടക്കത്തിൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. പിന്നീട് അങ്ങോട്ട് ഒരുപാട് എക്സാംസ് ഇങ്ങനെ എഴുതി വരുമ്പോൾ നിങ്ങളുടെ സ്പീഡ് ഓട്ടോമാറ്റിക്കലി കൂടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. മനസ്സിലായില്ലേ? അത് നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിലും നിങ്ങളുടെ ഗ്രേഡിലൂടെ അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതൊന്നാമത്തെ കാര്യം. സോ സ്പീഡ് കൂട്ടാൻ വേണ്ടി ടൈം മാനേജ്മെന്റ്, ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ലക്ഷ്യം വെക്കുന്നത്. രണ്ടാമത്തത്, ഈ എക്സാംസ് ചെയ്യുമ്പോൾ നമുക്കൊരു സെൽഫ് അസസ്മെന്റ് ആണ്. നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ പറയുന്നത് നമ്മളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏത് ലെവലാണ് നിൽക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ ഇന്ന് ഒരു 100 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് ഞാൻ തെറ്റിച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബേജാറായിരിക്കില്ലേ? 10 ക്വസ്റ്റ്യൻസ് തെറ്റിച്ചു. നമുക്ക് മനസ്സിലാക്കും ഏതൊക്കെ ഭാഗങ്ങളിൽ എന്ത് കാരണം കൊണ്ടാണ് ഞാൻ ആ മിസ്റ്റേക്സ് വരുത്തിയത്. രണ്ടാം തവണ എക്സാം എഴുതുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്തായിരിക്കണം? യെസ്, കഴിഞ്ഞ എക്സാം ഞാൻ 10 തെറ്റിച്ചു, ഇത്തവണ ഞാൻ 10 തെറ്റിക്കില്ല, എനിക്ക് എന്റെ മിസ്റ്റേക്സ് എന്താന്നുള്ളത് മനസ്സിലായി. മിസ്റ്റേക്സിലൂടെയാണ് നമ്മൾ പഠിക്കുക അല്ലെ? ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടാണ് നമ്മൾ കിടിലനായിട്ട് ഓരോ കാര്യങ്ങളും പഠിക്കുക. ആ മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് എക്സാംസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് ഏകദേശം അറിയുന്നുണ്ടാവും. മനസ്സിലായി? ലാസ്റ്റൊക്കെ എത്തുമ്പോഴത്തേന് മിസ്റ്റേക്സ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കിടിലായിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ടക്ക് 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 എന്നൊക്കെ എഴുതാൻ തുടങ്ങുന്നതായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ചെറിയ എക്സാം ആണെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും ഓക്കെ, നിങ്ങൾ അത് എഴുതുക. കാരണം മാർക്സ് മാത്രമല്ല, അതിൽ സ്പീഡ്, ടൈം മാനേജ്മെന്റ്, കുറേ കാര്യങ്ങൾ നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട്. നമുക്കൊരു പരിചയം വേണമല്ലേ? അല്ലെ? എപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമുക്കൊരു പരിചയമുള്ളൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ തവണ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഭയങ്കര സ്കില്ലാ അല്ലെ? നമുക്ക് ഭയങ്കര നമുക്ക് എത്ര പേടി ഉണ്ടാവില്ല വീണ്ടും ആ സെയിം സാധനം വരുമ്പോൾ. അതേപോലെയാണ് എക്സാം. നമ്മൾ സെയിം ഒരേ പാറ്റേണിലെ സാധനങ്ങൾ കുറെ തവണ ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അത് നമ്മൾ വിചാരിക്കും ലൈക്ക് ഫൈനൽ നീറ്റ് ആണ്, പക്ഷെ അപ്പത്തിനൊക്കെ കോൺഫിഡൻസ് ഉണ്ടാവും. അങ്ങനെയല്ല, നമ്മൾ എക്സാംസ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ എക്സാം ആകുമ്പോഴത്തേക്കും കോൺഫിഡൻസ് ഒക്കെ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ വരും. ഓക്കെ, സോ എക്സാംസ് ഒന്നും ആരും സ്കിപ്പ് ചെയ്യരുത്. ചെറിയ എക്സാം ആണെങ്കിലും വലുതാണെങ്കിലും നിങ്ങൾ എഴുതുക. പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ ചെറിയ എക്സാം ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ? എന്തായാലും മുന്നേ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ഒന്ന് റിവിഷൻ ചെയ്യാൻ ടൈം കിട്ടിയിട്ടുണ്ടാവില്ല. എന്നിരുന്നാൽ പോലും നിങ്ങളത് എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ? സോ ഈ നെഗറ്റീവ് മാർക്സുകൾ അവോയ്ഡ് ചെയ്യാനും നമ്മൾ സ്പീഡ് കൂട്ടാനും ടൈം മാനേജ്മെന്റ് കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടല്ലേ? അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് ഇരിക്കുക. ഒരു പേടിയും വേണ്ട. നമ്മുടെ മുന്നിൽ നമുക്ക് എന്തൊക്കെ പോസിബിലിറ്റീസ് നമുക്ക് തരുന്നുണ്ടോ, ഓക്കെ, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ ഒക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ്.